ഇപ്പം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. നീ അത് നീ അത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. നിൻ്റെ അവസ്ഥകൾ വീടില്ലാതെ സ്ഥലമില്ലാത്ത ആൾക്കാരുടെ വാടക താമസിക്കുന്നവരുണ്ട്. അന്യരാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും പഠിച്ചിട്ട് അവരുടെ സിലബസ് മനസ്സിലാകാത്തതുകൊണ്ട് തോക്കുന്നവരുണ്ട്. അതുകൊണ്ട് പഠനം അവസാനിപ്പിച്ച് പോരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പൈസ ഒത്തിരി കൊടുത്ത കാരണം കുടുംബം കടത്തിൽ മുങ്ങി ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. പലരും വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി വിസ പ്രോസസ്സ് ഇരിക്കുന്നവരുണ്ട്. ചില പൈസ കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ വേണ്ടത്ര പേപ്പറൊന്നും കിട്ടാത്തവരുണ്ട്. ചിലർക്ക് ഓഫർ ലെറ്റർ മാത്രമേ കിട്ടുന്നുള്ളൂ. ചിലർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, പക്ഷേ വിസ കിട്ടണില്ല. അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഓഫീസുകളിലും അതുപോലെ തന്നെ തടഞ്ഞു വച്ചിരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, ഓഫീസ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ, അതെല്ലാം ഓർക്കുക. പരിശുദ്ധാമ്മ അതെല്ലാം ഏറ്റെടുത്ത് നിന്നെ സന്ധിക്കുന്ന സമയമാണ്. ഉടമ്പടി പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് അർപ്പിച്ച് സന്തോഷത്തോടെ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം മെറിറ്റിലല്ല പല കാര്യങ്ങളും നടക്കുന്നത്. ഗ്രേസിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഗ്രേസ് കൃപ ലഭിക്കാൻ ആവശ്യമായ ഉടമ്പടി നടപടികൾ സാങ്കേതികമായി ചെയ്ത് ഒപ്പിക്കാതെ ആത്മബന്ധത്തോടെ ചെയ്യാനാണ് ഈ പ്രാവശ്യം പറഞ്ഞത്. ചിലർക്ക് ഉടമ്പടി ചെയ്യണത് ഇമ്പോസിഷൻ ചെയ്യണ പോലെയാണ്. ഇമ്പോസിഷൻ ചെയ്യണ 100 പ്രാവശ്യം എഴുതും, 300 പ്രാവശ്യം എഴുതാനൊക്കെ പറയത്തില്ലേ. ഇങ്ങനെ എഴുതാൻ പറയുന്നതിൻ്റെ കാരണം എന്താണ്? എഴുതി പഠിക്കാനാണ്. ചില ആൾക്കാർ 100 പ്രാവശ്യം എഴുതും, പക്ഷെ പഠിക്കത്തില്ല. അതാണ് സാങ്കേതികമായിട്ട് ചെയ്യണമെന്ന് പറയണത്. അവരിങ്ങനെ കുത്തിപ്പിടിച്ചിട്ടുണ്ട് എഴുതിക്കൊണ്ടിരിക്കും, പക്ഷെ അത് പഠിക്കത്തില്ല. പക്ഷെ അപ്പോൾ എഴുതാൻ വേണ്ടിയല്ലല്ല, പഠിക്കാൻ വേണ്ടിയല്ല എഴുതാൻ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഉടമ്പടി എല്ലാം സാങ്കേതികമായിട്ട് ചെയ്യും ചില ആൾക്കാർ, പക്ഷെ ദൈവമായിട്ട് ബന്ധം ഉണ്ടാകത്തില്ല, ആത്മബന്ധം ഉണ്ടാകത്തില്ല. അപ്പം അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് വരെ ഉടമ്പടി ഷെയർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. കാര്യം ഈ ധ്യാനമാണ് ആൾക്കാർക്ക് ഇവിടെ കിട്ടേണ്ടത്. ജനം മുഴുവൻ കേൾക്കേണ്ടതും കൂടേണ്ടതും ഈ ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടിയെക്കുറിച്ച് വേറെ ഒരിടത്തും ലോകത്ത് ധ്യാനമില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഉടമ്പടി ധ്യാനം കൂരിട്ട് അത് ഷെയർ ചെയ്യണം. അത് ദൈവത്തിനെ അറിയിക്കാൻ വേണ്ടിയുള്ള നടപടിയാണത്. അത് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 65 വയസ്സുള്ള ആൾക്കാരെ കൊണ്ട് ഇടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ കാര്യം ഇതാണ്. കാര്യം അവരതൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ്. കാര്യം ഉടമ്പടി നിങ്ങൾ നൊവേനല്ലോ, എല്ലാം ചെയ്യത്തല്ലേ. അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ ചിലർ ചെയ്യുവേ. ചിലർ അവർ പറയും എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾക്ക് 60 വയസ്സ് 65 ഉണ്ട്, പക്ഷേ ഞാൻ ഇതെല്ലാം ചെയ്യണതാണെന്ന് പറയും. അപ്പം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യിക്കും. ചിലർക്ക് അറിയത്തില്ല, ആകാശഭൂമി അറിയാൻ പറ്റാതെ അങ്ങോട്ട് കിടന്ന് നടക്കണ കാണാം ഇവിടെ വന്ന്. അങ്ങനെയല്ല, ഇത് വളരെ സീരിയസ് ആണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ദൈവത്തോട് സീരിയസ് ആയിട്ട് നിന്നിട്ടല്ലേ കർത്താവ് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് ഏറ്റുപറഞ്ഞപ്പോൾ നമുക്ക് ഉടമ്പടി പ്രാർത്ഥന തരികയും ചെയ്ത്. അപ്പം ആ ഒരു നിപ്പുണ്ട് ദൈവത്തിൻ്റെ തിരുസ്ഥിതി ഒക്കുക. ഇപ്പം എങ്ങനെയെങ്കിലും എനിക്ക് അച്ഛനായിട്ട് ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. കുറച്ച് ആൾക്കാരെ അടക്കി കുറച്ച് പേരെ കെട്ടിച്ച് വിട്ട് അച്ഛനായിട്ട് ജീവിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇടവകയിൽ പോയിരുന്ന് കുറേ ആൾക്കാരെ കല്യാണം കഴിപ്പിച്ച് കുറേ പേരെ ജ്ഞാനസ്നാനം പെടുത്തി കുറേ കുടുംബ യൂണിറ്റിലും പോയി കഴിയുമ്പോൾ സംഭവം തീർന്ന് എടുക്കാൻ പറ്റും. പക്ഷെ അതല്ല പ്രശ്നം. നമ്മുടെ കയ്യിൽ വരുന്ന ഓരോ മനുഷ്യനെ ഈശോനെ അറിയണം. നിത്യതയിൽ അവൻ ഈശോയുടെ ജോലിയായി, ലോകത്ത് അവൻ ഈശോയുടെ പടയാളിയാകണം. അതിൻ്റെ ഒരു നിർബന്ധമുണ്ട്. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് നിർബന്ധം കാണിക്കണം. ദൈവികമായ ജോലി എന്നെ കർത്താവിനോട് എന്നെ ഒന്ന് അഭിഷേകം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തലയിൽ കഴിച്ച്
അമ്മ നിൽക്കണു, മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവ് നിങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ, കർത്താവ് എല്ലാവരും സ്ഥിരസ്ഥിരം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ തലയ്ക്ക് വെച്ച് അഭിഷേകത്തിൻ്റെ സമയമാണ്. കർത്താവ് ഇവരെല്ലാം നീ അഭിഷേകം ചെയ്യണമേ കർത്താവ്. കർത്താവ് ഇവരെല്ലാം അഭിഷേകം ചെയ്യണമേ കർത്താവ്. എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യണമേ കർത്താവ്. അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, മറ്റുള്ളവരെ അങ്ങയെ ജീവിപ്പിക്കുവാൻ, സുവിശേഷത്തിന് വലിയ സാക്ഷി സമൂഹം ഉണ്ടാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ഞങ്ങളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. സദയമേ തുടരെ നിങ്ങൾ സന്തോഷമെടുത്ത് തന്നെ നിൽക്കുക മക്കളെ. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവർ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ അനുഗ്രഹിക്കും ദൈവം. എത്ര എഴുതിയിട്ടും പരീക്ഷ തോറ്റുപോകുന്നവർ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവർ, സാമ്പത്തിക ബാധ്യതകളെ നാണം കെട്ടിരിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോയി, സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും തലയോർത്ത് നിൽക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയുള്ളവർ. അങ്ങനെയുള്ളവരെല്ലാം അമ്മയെ കണ്ണീരോടെ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. അവരെല്ലാം സന്തോഷത്തോടെ വന്നിവിടെ സാക്ഷ്യം പറയാൻ. അമ്മ ഈ നിമിഷം ഓൺലൈനിൽ ഇരിക്കുന്നവരെയും തീർത്ഥാടനത്തിൽ അമ്മയുടെ മുമ്പിൽ നേരിട്ടിരിക്കുന്നവരെയും നീ ശക്തമായി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ സങ്കടങ്ങൾ നോക്കി കാണുന്ന അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരെയും സാക്ഷികളായി ഏർപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കുറേ പേരുണ്ട്. ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ ഈ വിഷയത്തിനൊരു സമാധാനമുള്ളൂ. ഞാനൊരു വഴിയും കാണുന്നില്ല മരിക്കുകയല്ലാതെ. അങ്ങനെ എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്, ഞാനൊരു വഴിയും കാണുന്നില്ല മരിക്കുകയല്ലാതെ. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഓർക്കുന്ന ജീവനോടെ പരിശുദ്ധ കുർബാന ജ്വലിച്ചു നിൽക്കുന്ന സമയങ്ങളിൽ ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് പറയുക മാത്രമല്ല, 10,000 ഓരോ ദിവസവും അടയാളപ്പെടുത്തി കൊടുക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്റെ ജീവിതത്തിന് പരിഹാരമുണ്ട് മകനെ. ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തില് മാരകമായ ദോഷങ്ങള്, തീരാവ്യാധികള്, വ്യഥകള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. അതിനുള്ള പോംവഴികള് യേശുവിന്റെ നാമത്തില് അമ്മയുടെ മധ്യസ്ഥത്തില് തെളിഞ്ഞു വരട്ടെ. ശ്രദ്ധിക്കട്ടെ. മൗനമായി ഒരിക്കൽ കൂടി എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ ഇപ്പോൾ മൗനമായി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക. ഓരോരുത്തരുടെ വ്യൂസും അതുപോലെ തന്നെ അവരുടെ ഇൻകമൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് എപ്പോഴും ട്രോൾ ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾ വെച്ചാൽ അവർക്കെതിരെ ട്രോളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ആത്മീയ കൃപയ്ക്ക് എതിരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. കാര്യം അതിൻ്റെ ഇടയിൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാക്ഷ്യ ശുശ്രൂഷയാണ്. നിങ്ങൾ അനുഭവിച്ച കൃപാസനം, നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ ആശ്വാസവും ശക്തിയും അടയാളവും അതൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ടിടാം. അപ്പോഴെല്ലാവർക്കും അത് മനസ്സിലാകും കാര്യങ്ങൾ. അത് സുവിശേഷ വേല കൂടിയാണ്. അത് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ, ഇപ്പോൾ അവരോട് ട്രോളർമാരോട് മാത്രമല്ല
ആരോടും പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് വീഡിയോ ഇടുന്ന കണ്ടില്ലേ? എനിക്ക് അവരെ കണ്ടിട്ട് കൂടിയില്ല, പക്ഷെ അവർ മാതാവിലെ ജോലി ചെയ്ത് അവർ സ്വന്തമായിട്ട് വീഡിയോ ഉണ്ടാക്കി അവരുടെ അനുഭവങ്ങൾ അവർ ഇട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പം അതുപോലെയുള്ള തെറ്റായ കാര്യങ്ങളെ പ്രചരിക്കാതിരിക്കുകയും തിന്മയുടെ ശക്തിയെ പ്രതിരോധിക്കാൻ നമ്മൾ ഇരുട്ട് കൂടുമ്പോൾ വെളിച്ചത്തിന് വിളക്കല്ല കത്തിച്ചു വെക്കേണ്ടത്. കൂടുതൽ ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാളുപരി വെളിച്ചത്തിൻ്റെ ദീപവാഹകരായിട്ട് മാറാൻ നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ അനുഭവവും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നത് നല്ലതാണ്, കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി. ഇനി വേറെ ഒരു സൗഖ്യത്തെ ഉണ്ട് നെഗറ്റീവായിട്ട് ഉള്ളിൽ കരുതുന്ന ആൾക്കാരെ. 9:4 വായിച്ചുള്ളൂ മത്തായിയുടെ സുവിശേഷം. ശ്രുതികടെ ഹല്ലേലൂയ. മത്തായി 9:4. മത്തായി 9:4 വായിച്ചുള്ളൂ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു. അവരുടെ വിചാരം, അത് ഉള്ളിൽ കരുതിയ പാർട്ടിയാണ്. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച് പറഞ്ഞേ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? തിന്മ വിചാരിക്കുന്നത് എന്ത്? ഏതാണ് എളുപ്പം? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇവര് പാപം ക്ഷമിക്കാൻ ഇവൻ ആരാണ് എന്ന് ഉള്ളിൽ കരുതി. ദാറ്റ് മീൻസ് അതെന്താണ്? യേശുവിലുള്ള അവിശ്വാസമാണ്. മനസ്സിലായില്ലേ? വിശ്വാസം ഉള്ളിൽ കരുതുന്ന രണ്ട് സംഭവത്തെ രണ്ടായിട്ട് കൗണ്ട് ചെയ്യും. ഒന്ന്, ഉള്ളിൽ കരുതുന്ന പോസിറ്റീവായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോഴാണ് അനുഗ്രഹം നടക്കുന്നത്. രക്തസ്രാവക്കാര രോഗി ഉള്ളിൽ കരുതി എന്താണ്? വസ്ത്രത്തിന് വിളിമ്പിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കും. ഇനി ഈ നിയമജ്ഞനും ഫരിസേരും എന്താ ചെയ്തത്? ആ തറവാട് രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ അവൻ്റെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ പാപം മോചിക്കാൻ ഇവൻ ആരാണ് എന്ന് ഉള്ളിൽ കരുതിയപ്പോഴേ യേശു എന്തെടുത്തത്? അവിശ്വാസമായി കരുതി. അതാണ് വിശ്വാസം. മനസ്സിലായില്ലേ? അപ്പോൾ ഉള്ളിൽ കരുതുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ദൈവം കൗണ്ട് ചെയ്യണത് അവിശ്വാസമായിട്ടാണ്. വളരെ ശ്രദ്ധിക്കണം മക്കളെ, സീരിയസ് വിഷയമാണ്. നിങ്ങൾ ഉള്ളിൽ കയറണത് നെഗറ്റീവ് ആണെങ്കിൽ കർത്താവ് അത് കൗണ്ട് ചെയ്യണത് എന്തായിട്ടാണ്? അവിശ്വാസമായിട്ടാണ്. സാങ്കേതികമല്ലാതെ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബൈബിൾ എന്താ പറയണത്? സന്തോഷത്തോടെ പോയി തനിക്കുള്ളതിലാവട്ടെ. മത്തായി സുവിശേഷം 13:44 സാങ്കേതികമല്ലാതെ എണ്ണിച്ചുട്ട് സാങ്കേതികമല്ലാതെ ഒപ്പിച്ചുണ്ടാക്കാതെ പിന്നെ എങ്ങനെയാണ് ദൈവപൈതൽ ഈ വിഷയം ചെയ്യേണ്ടത്? മത്തായി 13:44 എന്താ പറയണത്? സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി. സാങ്കേതികമായിട്ടല്ല, മനസ്സിലായ? ഇതാ വിഷയം. നമ്മൾ അതിൻ്റെ അത് ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കണം. ഇതൊന്നും ഞാൻ ചിന്തിച്ച് എടുത്ത കാര്യമല്ല. ഇപ്പം ഈശോ ഓൺലൈനിൽ നമുക്ക് തരുന്നത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാങ്കേതികമായിട്ട് ചെയ്ത വരൾച്ച ഉണ്ടാകും, ഉടമ്പടി പിൻപിടുത്തം ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താ ചെയ്യേണ്ടത്? വായിച്ചോളൂ മോളെ. സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നൊരു വിഷയമാണ്. ഈ 10:44 ഇപ്പോൾ വായിച്ചുകേട്ടത് എന്താണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയല്ല, ഒളിപ്പിച്ച് വെച്ചിരിക്കണ നിധിയാണ്. കൈയടിച്ച് നിന്റെ നിധികളെല്ലാം ദൈവം മനഃപൂർവ്വം ഒളിപ്പിച്ച് വെച്ചിരിക്കുക. മനസ്സിലായില്ലേ? ഇത് നീ കണ്ടെത്താൻ സന്തോഷത്തോടെയാണ് പോയി. നിന്റെ സമയം, നിന്റെ അഭിമാനം, ഇങ്ങനെ കുറേ സാധനം വിൽക്കാനുണ്ടല്ലോ. ഉടമ്പടിയല്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മുടെ ഇപ്പം ആൾക്കാർ വിചാരിക്കുക, അയ്യോ ഞാൻ ഡോക്ടറാണല്ല, MD ആണല്ല, ഞാനെങ്ങനെ പത്രം കൊടുക്കണത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഉണ്ട്. ഈ സ്റ്റാറ്റസ് നമ്മൾ
ഡീപ്രമോട്ട് ചെയ്യാതെയും കൊടുക്കാതെയും നമുക്ക് ഈ വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധി എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ പോകത്തെ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ശരിക്കും അത് കച്ചവടം ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഭയങ്കരമായൊരു അനുഗ്രഹമാണ് സ്റ്റാറ്റസ്. കാര്യം ഈ കൃപയും അനുഗ്രഹവും തമ്മിൽ വരുമ്പോൾ ഈ കൃപ ലഭിക്കുന്നത് സ്റ്റാറ്റസ് പ്രൊമോഷനാണ്. സെല്ലൗട്ട് ചെയ്യാൻ നമ്മുടെ എന്തെങ്കിലും സെല്ലൗട്ട് ചെയ്യാനുണ്ടാകണം. സെല്ലൗട്ട് ചെയ്യാതെ എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് അത് കൊടുക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമായിരിക്കണം ഉണ്ടാകേണ്ടത്, ലാഭം ഉണ്ടാകാൻ പാടില്ല. പ്രഥമ ദൃഷ്ടിയ നഷ്ടം ഉണ്ടാകുന്നത് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെങ്കിൽ അത് ഒന്നാമത്തെ സ്റ്റാറ്റസ് തന്നെ ഇരിക്കും, നമ്മുടെ സ്റ്റാറ്റസില്ലേ. അപ്പോൾ പലപ്പോഴും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലർ ഇപ്പോൾ ഉടമ്പടി എല്ലാ ദിവസവും ഇവിടെ രോഗികൾക്കൊഴിച്ച് ബാക്കി ആരോടും കാരുണ്യമില്ലല്ലോ. ഉടമ്പടി കാരുണ്യം കാണിക്കത്തില്ല. ഉടമ്പടി രോഗികളോടും അങ്ങനെ കാണിക്കുന്നില്ല കാരുണ്യം. കാര്യം എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. മാനുഷ്യമായി നീ കാണിക്കുന്ന കാരുണ്യമല്ല. ക്രിസ്തുവിനെ ഒരാൾക്ക് കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ പിന്നെ കാരുണ്യം കൊണ്ട് എന്താ പ്രയോജനം? ക്രിസ്തുവിനെ കൊടുക്കണം. ഇപ്പോൾ രോഗികളാണ്, ദേത്സൊക്കെ നിങ്ങൾ ആദ്യം പോയി ആരെങ്കിലും ബന്ധുക്കൾ വന്ന് ഉടമ്പടി എടുക്കാൻ പറയും അവരോട്. എന്താ കാര്യം? സംബഡി ടു, അതായത് നിങ്ങൾ ആശുപത്രിയിൽ പോയി ചില സമയത്ത് ഒരു മാസം താമസിക്കുകയും ചിലപ്പോൾ ആൾക്കാർ മാറി മാറി അവിടെ നിൽക്കുകയും ചെയ്യും അല്ലേ. ഇവിടെ മാറി നിൽക്കേണ്ട, രോഗിനെ ഒന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ മോളിൽ പോയി ഒരു ഉടമ്പടി എടുത്താൽ മതി. അത്രയുമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ നോക്കത്തുള്ളൂ. ഈ ബന്ധുക്കൾ രോഗിയാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ എനിക്കങ്ങനെ ഒരു സങ്കടവും വരത്തില്ല. ഞാൻ പറയുമ്പോൾ ഉടമ്പടിയിൽ വരാൻ പറയും. എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയിട്ട് വേണമെങ്കിൽ ആ രോഗിയുടെ കൂടെ ഒരു ദിവസം നിൽക്കും. അവർക്ക് 1 മണിക്കൂർ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് അതിൻ്റെ 4% വിശ്വാസം അവർക്ക് ഉടമ്പടിയിലില്ല. അപ്പോൾ പിന്നെ വേണമെങ്കിൽ എന്താ ചെയ്യണത്? ഒക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതാണ് അവരുടെ മെൻറ്റാലിറ്റി. ആ മെൻറ്റാലിറ്റി അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? അംഗീകരിച്ചിട്ട് കാര്യമില്ല. അതായത് നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ സത്യസന്ധമായിട്ടാണ് വിശ്വസിക്കണത്. ആ സത്യസന്ധമായിട്ട് വിശ്വസിക്കണമെങ്കിൽ ക്രിസ്തുവിനും അത് മനസ്സിലാകണം. അതിനെന്ത് ചെയ്യണം? അളിഞ്ഞ മോന്തമായിട്ട് പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല, സന്തോഷത്തോടെ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങളെ ക്രിസ്തുവിനെയാണ് വിഷയം ചെയ്യണമെങ്കിൽ, അതായത് എന്തുകൊണ്ടാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കണമെന്ന്? ഇതാണ് നിലപാട്. സ്റ്റാൻ സ്വാമി ആയാലും ശരി ചിലപ്പോൾ വിമർശിച്ചെന്ന് വരും. നിലപാടാണ്. കാര്യം എന്നോട് തന്നെയുള്ള വിമർശനമാണ് ഞാൻ പുറത്ത് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്നൊരാളെ മോചിക്കാതെ വേറെ എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടും അത് ക്രിസ്ത്യൻ പ്രവർത്തനമല്ല, സെക്കൻഡ് ഗ്രേഡാണ്. സെക്കൻഡ് ഗ്രേഡ് പ്രവർത്തനങ്ങളാണിതെല്ലാം, ഫസ്റ്റ് ഗ്രേഡല്ല. പറഞ്ഞു വരുന്ന ഇതാണ് ഇപ്പം അവൻ പറയണ പോലെ ചെയ്യുമ്പോഴും ചെയ്യണ കാര്യം സന്തോഷത്തോടെ ആകണമെന്നുണ്ടെങ്കിൽ എന്നാ സംഭവിച്ചത്? ദൈവത്തിന് പ്രാധാന്യം കിട്ടണം. അവിടെ ഉടമ്പടി വിഷയം നടക്കാനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെയാണ് വിഷയം വേണ്ടത്. ഉടമ്പടി നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ നടക്കാനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് ഈ പ്രവർത്തനമൊക്കെ ചെയ്യണത്. വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നല്ല, പക്ഷേ ഒന്നാമത്തെ സ്ഥാനം എന്ത് ചെയ്യണം? ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും ലാഗ് ചെയ്യേണ്ട കാര്യമില്ലേ? എനിക്ക് നിങ്ങളോടെല്ലാം വ്യക്തിപരമായിട്ട് പിടിച്ചത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. ആളിൻ്റെ ആധിക്യം അത്രയുമാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സോഷ്യൽ കൗൺസിലിംഗ് നടത്തുന്നത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. നിങ്ങൾ തന്നെ ഉള്ളിൽ തോന്നും, കർത്താവേ ഞാൻ ചെയ്യണം ദൈവസ്നേഹത്തോടെയാണ്. ദൈവസ്നേഹത്തോടെ ആണെങ്കിൽ കാര്യം ദൈവസ്നേഹം ഇല്ലാതെ മാനുഷികമായ സ്നേഹത്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ പ്രമേയങ്ങൾ. എൻ്റെ മക്കൾക്ക് മനസ്സിലായ അച്ഛൻ പറയണത്? മാനുഷികമായി നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ. ഏത് ജാതിക്കാർക്കും സ്നേഹം ഉണ്ടാവും അല്ലേ? മനുഷ്യന്മാർക്ക് സ്നേഹം ഉണ്ടാവും. മനുഷ്യനേക്കാൾ സ്നേഹമല്ലേ പട്ടികൾ. എൻ്റെ അമ്മു, നമ്മൾ യൂട്യൂബിലെ കാണത്തില്ലേ എന്ത് സ്നേഹമാണ് നിങ്ങൾക്ക്. യജമാൻ അകലിൽ നിന്ന് വരുമ്പോൾ തന്നെ കയറി നിൽക്കണ കാണാം മോഡിൽ. ആ സമയമാകുമ്പോൾ കാത്തു നിൽക്കണ കാണാം. ഞെട്ടിപ്പോയി. നമ്മൾ പുറത്തു പോകാൻ പറ്റത്തില്ല. അത് കാരണം 2ാം നിലയിൽ പോയി അകലേക്ക് നോക്കി നിൽക്കുകയാണ്.
വഴിയിലിട്ട് 5:40 അപ്പോൾ നായ്ക്കുട്ടികൾ പോലും എന്തോ ഒരു സ്നേഹമാണ് കാണിക്കണത്. ഇങ്ങനെയുള്ള സ്നേഹം മനുഷ്യർക്കും അതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ ഇതിലൊന്നും സുവിശേഷം വർക്കൗട്ട് ചെയ്യത്തില്ല. മാനുഷികമായ സ്നേഹത്തെ വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം സുവിശേഷം ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൃപയാണ്. കൃപ ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, പവർ ഓഫ് ഗോഡാണ്. അത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ ദൈവം കാണിച്ച പ്രസാദപരത്തിനാണ് കൃപയെന്ന് പറയണത്. അതാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നൊക്കെ 12:18 മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കൃപയെ ആർജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ മനുഷ്യന്മാർ കാണിക്കുന്ന സ്കെയിലില്ലേ, ആ സ്നേഹത്തിന് അതിലംഘിക്കണം. എപ്പോഴും ഈശോ അതിലംഘിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഇപ്പം നിങ്ങളോട് 1 മൈൽ 5:42 അല്ലെ മത്തായി സുവിശേഷം എന്താ പറയണത്? 1 മൈൽ നിങ്ങളോട് കൂടെ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ 2 മൈൽ പോവുക. നിങ്ങളുടെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ചണ്ട കൂടുന്നവന് മേലെങ്കിൽ കൊടുക്കുക. ദാറ്റ് മീൻസ് മാനുഷികമായ സ്നേഹത്തെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവികമായി അല്ല. ഈ സത്യദൈവത്തെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗം അതാണ്. എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യം, സ്വാഭാവികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അസ്വാഭാവികമായ കാര്യങ്ങൾ നമുക്ക് താങ്ങാനാവാത്തത്. അപ്പം ലക്ഷ്യം മാനുഷികമായ അല്ല അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? കൃപയിലാണ് ചെയ്യേണ്ടത്. ദൈവമാണ് എൻ്റെ ലക്ഷ്യം. കൈയിടിച്ച് കർത്താവിനെ. പക്ഷേ ഞാൻ അമ്പഴത്തൈലം പുരട്ടി ഞാൻ ഒരു ടാബ്ലറ്റ് എടുത്തു. കാര്യം പിറ്റേന്ന് എനിക്ക് തിരിച്ച് ഹൈദരാബാദിന് പോകേണ്ടതാണ്. ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ട് ഞാൻ ഒന്ന് കിടന്നതേ ഉള്ളൂ. ഒരു അരമണിക്കൂർ പോലും കിടന്നിട്ട് പെട്ടെന്ന് എൻ്റെ തലവേദന മൊത്തം പോയി. അതിൽ പിന്നെ എനിക്ക് ഇത്രയും നാളായിട്ട് ഇത് ഓൾമോസ്റ്റ് 2 years, അതായത് 22-ലാണിത്. ഇതുവരെയായിട്ട് എനിക്ക് തലവേദന ഉണ്ട്. ഓഫ് കോഴ്സ് ഒരു ചെറിയതായിട്ട് വരും, ഒരു മൈൽഡായിട്ട് വരും, ഒരു അരമണിക്കൂർ. അതും 2-3 മാസം കൂടുമ്പോൾ ഒരു തലവേദന, അത്രയേ ഉള്ളൂ. അല്ലാതെ തലവേദനയില്ല. അതും മാറിക്കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോടെ കാര്യം തന്നെയാണ് പറയാൻ. അവൾ കാനഡയിൽ ചെന്ന് കഴിഞ്ഞിട്ട് 2ാമത്തെ മാസം അവൾക്ക് ഉടനെ തന്നെ അവൾ പാർട്ട് ടൈം ജോലി കിട്ടി കഴിഞ്ഞിട്ട് അവൾ ഓഫീസിൽ പോകുന്ന വഴിക്ക് അവൾ ടൊറാൻഡോയിലെന്ന് പറഞ്ഞാൽ അവിടെ സബ്വേ ഉണ്ട്. സബ്വേ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഹോംലെസ് ആൾക്കാർ ഒരുപാടുള്ളവർ. അപ്പം മോള് ട്രെയിനിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഉണ്ട് ഒരു ഹോംലെസ് ഒരാൾ വന്നിട്ട് അവളെ പെട്ടെന്ന് എന്താ വെച്ചാൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രാക്കിലോട്ട് തെള്ളിയങ്ങ് ഇട്ടു. അവളെ പെട്ടെന്ന് ട്രാക്കിലോട്ട് അങ്ങ് വീണ്. എപ്പോഴും അങ്ങോട്ട് ട്രെയിൻ വന്നും പോയിരിക്കുന്ന സ്ഥലം പെട്ടെന്ന് വീണു. അവളങ്ങ് ഷോക്കായി. ഇതിങ്ങനെ പറ്റി എനിക്ക് എങ്ങനെ കയറുന്നതെന്ന് വെച്ചാൽ അവൾക്കൊരു ധൈര്യത്തിൽ പെട്ടെന്ന് അവൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറി കഴിഞ്ഞിട്ടും ആ ഹോംലെസ് അവൻ വന്ന് ഇവൻ്റെ ഏതാണ്ടൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ ആൾക്കാരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പം പെട്ടെന്നൊരു ചൈനീസ് ഒരാൾ വന്നിട്ട് അവിടെ കൈ പിടിച്ച് അവളെ വന്ന് ബെഞ്ചിൽ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, ഇതൊക്കെ ഹോംലെസ് ആൾക്കാരാണ്, നീ എത്ര നാളെ ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ 2 മാസമേ ഉള്ളൂ. സോ ഒത്തിരി സൂക്ഷിക്കണം ഇവിടുത്തെ ആൾക്കാർ. സോ അവരെ ഒന്നും പറയരുത് എന്നും പറഞ്ഞിട്ട് അവളെ കുറച്ച് നേരം ബെഞ്ചിൽ പിടിച്ചിരുത്തി അവളെ ആശ്വസിപ്പിച്ചിട്ട് പിന്നെ അവൾ പോയി. അതൊരു ഭയങ്കര ഇതായിരുന്നു. അമ്മയുടെ കാശ് രൂപ, അച്ഛൻ എഞ്ചരിച്ചു കൊടുത്ത കാശ് രൂപ അവൾ എവിടെ പോയാലും കൊണ്ടുപോകും. സോ അമ്മയാണ് അവളെ കാത്തു സൂക്ഷിച്ചത്. ഇപ്പോഴും ഞാൻ അത് തന്നെ വിശ്വസിക്കുന്നു. കാര്യം എന്നോടത് അവൾ പറഞ്ഞില്ല. എന്നോട് കഴിഞ്ഞ മാസമാണ് പറഞ്ഞത്, മമ്മി ഇങ്ങനൊരു ഇൻസിഡൻ്റ് ആയി. ഞാൻ പറഞ്ഞ മമ്മി വിഷമിക്കും, അതുകൊണ്ടാണ്. അത് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാര്യം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറാൻ പോലും പാടാണ്. അതെനിക്ക് സബ്വേ, അത് പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ തെള്ളിയാൻ കിട്ടും. അപ്പോൾ ആ ചൈനക്കാർ പറഞ്ഞു, ഇനി തന്നെങ്ങും പോവുകയാണെങ്കിൽ ആളുകൾ നടക്കുമ്പോൾ അവർ കൂട്ടത്തിലേ പോകാവൂ, തന്നെ പോകരുതെന്ന് പറഞ്ഞു. സോ അതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നത് പാദയാത്രയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് ഉടമ്പടി ഇതിൻ്റെ പാദയാത്രയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ജവമാല റാലിയുടെ 1 മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ആയി. ഞാൻ 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ സൈഡിൽ നിന്ന് വന്ന് വണ്ടിയെ തട്ടി ഞാൻ വീണപ്പം ആ പയ്യൻ്റെ വണ്ടി എൻ്റെ ഈ വലത്ത് ഷോൾഡറിൽ വീണു. മൊത്തം ഇവിടെ എല്ലാം അങ്ങ് ചതഞ്ഞു പോയി. അപ്പോഴും ഞാൻ അമ്മേന്ന് വിളിച്ചു, അമ്മേ ഞാൻ ഒരാഴ്ച എനിക്ക് സമയമേ ഉള്ളൂ, എനിക്ക് ജവമാല റാലിക്ക് പോകേണ്ടതാണ് അമ്മ, എന്നെ കാസൂക്ഷിക്കണേ അമ്മയെന്ന് പറഞ്ഞു. അഥവാ ഡോക്ടേഴ്സ് പറഞ്ഞു എന്തായാലും കയ്യിലല്ലേ വീണ, കാലിലായിരുന്നെങ്കിൽ എനിക്ക് ഫ്രാക്ചർ ആയതിനൊന്നും എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ അവിടെ എന്നെ കാസൂക്ഷിച്ചു. അങ്ങനെ പലതിലും അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു. ആക്ച്വലി ഞാനൊരു മർദ്ദമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ CSIയിലാണ്
പക്ഷെ എനിക്ക് കൊച്ചിലെ തൊട്ട് അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലെല്ലാവരും പറയും നിനക്ക് അമ്മ ഇത്ര ഇഷ്ടമെന്ന് എന്തുവാന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ. അങ്ങനെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും കോടാനുകോടി, ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയും. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നിട്ട് ദിവസം 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും എനിക്കറിയത്തില്ലായിരുന്നു. അത് കൊന്ത ചൊല്ലാനൊക്കെ ഞാൻ പഠിച്ചു. കൊന്ത ചൊല്ലും, പ്രാർത്ഥിക്കും. അങ്ങനെ ഒരുപാട് എനിക്ക് വ്യത്യാസം വന്നു. എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നത് ഇത്രയും അങ്ങ് വ്യത്യാസമായി പോയല്ലോ നിനക്കെന്ന്. സോ ഒരുപാട് എനിക്ക് വ്യത്യാസം വന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ തന്നെയും വീടിൻ്റെ അടുത്ത് ഓർഫനേജ് ഉണ്ട്, അവിടെ പോവും. കുട്ടികൾക്ക് എന്തെങ്കിലും വസ്ത്രങ്ങൾ